നമ്മുടെ അരികിലെ വേദനകൾ പങ്കുവയ്ക്കാൻ വരുന്നവർക്ക് നമുക്ക് അവർ അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ പറ്റുന്നുണ്ട്. 3 കാര്യങ്ങൾ ഉണ്ടാകണം. 1, അർഹിക്കുന്ന ഒരു മനസ്സുണ്ടാകണം. 2, അർഹിക്കുന്ന പരിഗണന ഉണ്ടാകണം. 3, അർഹിക്കുന്ന ഒരു കേൾവിക്കാരനായിട്ട് മാറണം. മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ തിരക്കിന്റെ ഇടയിലാണ് ആരെങ്കിലും ഒന്ന് പറയുന്നെങ്കിൽ നമ്മൾ അവരെ ഒഴിവാക്കാനാണ് പരിശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു മനസ്സ് നമുക്ക് കൊടുക്കില്ല, പരിഗണന. അവൻ ചോദിക്കുന്നതിന് ഒരു ആശ്വാസം കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അവന് അടുത്തിരുന്ന് സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പെട്ടെന്ന് എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. കേൾവിക്കാരനാവുക, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ നമ്മൾ വാതോരാതെ സംസാരിക്കുന്ന വ്യക്തിയാകാനല്ല. അവൻ കുറച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം അവന് കിട്ടും. അങ്ങനെ ഒന്ന് കേൾവിക്കാരനായിട്ട് മാറാൻ. പലപ്പോഴും നമ്മുടെ അരികിൽ വരുന്ന വേദനിക്കുന്നവന് ഇത് 3 കൊടുക്കാതെ വരുമ്പോൾ അവൻ ദുഃഖിച്ചല്ലേ പോകുന്നത്. യേശുവും ദുഃഖിച്ചു പോയതുപോലെ നമ്മൾ ആ ശിഷ്യന്മാരെ പോലെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ?